നമസ്കാരം. PV അൻവർ MLA ആരോപണത്തെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാത്തതിൽ CPM നേതൃത്വത്തിന് തന്നെ കടുത്ത അതൃപ്തിയാണ്. അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അഭിപ്രായം. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടും അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഇതാണ് പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രഖ്യാപിക്കുന്നതിനൊപ്പം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്ന് പ്രതീക്ഷിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ രാവിലെ പത്രസമ്മേളനം നിശ്ചയിച്ചിരുന്നു. രാത്രി വൈകി ഇറങ്ങിയ തീരുമാനത്തിനൊപ്പം അജിത് കുമാറിനെ നീക്കുന്ന വിവരമുണ്ടായില്ല. അതോടെ പത്രസമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുനർനിശ്ചയിച്ചു. എന്നാൽ ഉച്ചയ്ക്കും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്ന തീരുമാനം വന്നില്ല. ഇതോടെ പത്രസമ്മേളനം തന്നെ വേണ്ടെന്ന് വെച്ച MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരെ കാണാൻ പോലും തയ്യാറായില്ല. പത്രസമ്മേളനം പ്രതീക്ഷിച്ച് കാത്തുനിന്ന ചാനൽ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നുമായിരുന്നു മറുപടി. പാർട്ടി ഒളിച്ചു കളിക്കുകയാണോ എന്ന് ചാനൽ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതോടെ പ്രകോപിതനായ ഗോവിന്ദൻ അപ്പോൾ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതാണ് MV ഗോവിന്ദനെ പ്രകോപിതനാക്കിയതെന്നാണ് സൂചന. രാത്രി തിരുവനന്തപുരത്തേക്ക് പോയ CPM സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇനി എന്ത് ഇടപെടൽ നടത്തുമെന്നാണ് ഇനി അറിയാനുള്ളത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ടുകഴിഞ്ഞു. P ശശിക്കെതിരായുള്ള ആരോപണങ്ങളും പരാതികളും CPM നേതൃത്വത്തെ അറിയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അൻവർ MV ഗോവിന്ദനെ കണ്ടത്. അൻവറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെ CPMൽ നിന്ന് P ശശിക്കെതിരെ അന്വേഷണം ഉണ്ടായേക്കും. PV അൻവറിൻ്റെ ആരോപണം അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാത്തത് വലിയ വിമർശനങ്ങൾക്കിട നൽകിയിരിക്കുകയാണ്. അജിത് കുമാറിൻ്റെ പരാതിയും അൻവറിൻ്റെ ആരോപണങ്ങൾക്കൊപ്പം അന്വേഷിക്കുന്ന സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുവെന്ന തോന്നലാണ് പൊതുസമൂഹത്തിന് കിട്ടുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ PV അൻവർ ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അൻവറിന് നൽകിയ മറുപടി. സേനയിലെ പുഴുക്കുത്തുകളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ല എന്നാണ് PV അൻവറിനും KT ജലീലിനും മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് പാലിക്കാൻ അടിയന്തര നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ADGP MR അജിത് കുമാറിനെയും SP സുജിത് ദാസിനെയും സംരക്ഷിക്കുന്ന നിലപാട് തുടർന്നാൽ അൻവറും KT ജലീലും കൂടുതൽ വെളിപ്പെടുത്തലിന് തയ്യാറാകുമോ എന്നതും വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്.